അങ്ങയുടെ ദൗർബല്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം? അത് എന്താണെന്ന് ഇപ്പോൾ ദൗർബല്യം മനസ്സിലാക്കുന്നതിലെ ആൾക്കാർ കണക്കാക്കിയത് എൻ്റെ ദൗർബല്യം എൻ്റെ മക്കളാണെന്നാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കോളേജ് കാലത്തുള്ള ഒരാൾ രാഷ്ട്രീയമായിട്ട് വിരുദ്ധ ചേരിയിലാണ്. രാവിലെ എൻ്റെ വീട്ടിൽ വരിക. എതിർചേരിയിലാണ്, ഭയങ്കര എതിരാടിയാണ്. രാവിലെ വീട്ടിൽ വരിക. എന്താ പേര് ഞാൻ പറയുന്നില്ല, എന്താന്ന് ചോദിച്ചപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പറഞ്ഞ് നിങ്ങളെ നല്ല വിജയൻ്റെ എന്നാണ്. വിജയൻ്റെ മക്കളെ നേരെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആളെ പേര് പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടു പോകാനാണ്. ഇയാളുടെ പ്രധാന സുഹൃത്താണ് ഈ ചെയ്യുന്നത്. ഈ പ്രധാന സുഹൃത്താണ് ഇത് പ്ലാൻ ഇട്ടിട്ടത്. അപ്പോൾ സുഹൃത്തിനോട് ഇയാൾ പറഞ്ഞു, പിന്നെ അത് ചെയ്യാൻ പാടില്ല, അതൊക്കെ പിന്നെ നാട് കത്തും, അന്ന് അങ്ങനെ ഒരു വഴിക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനായതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ നടന്നേക്കാവും. അപ്പോൾ ഞാൻ ചിരിച്ചു. അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാന്ന് എനിക്കറിയാം, എന്നാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ശ്രദ്ധിക്കാനാണ്? ഞാൻ എന്ത് ശ്രദ്ധിക്കും? ഭാര്യയോട് പറയാൻ പറ്റൂ? പറഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ എന്താണ്? ഈ കുട്ടികളോട് പറയാൻ പറ്റൂ? അത് പിന്നെ വരുന്നിടത്ത് കാണാൻ നോക്കൽ മാത്രമേ പറ്റൂ. അപ്പോൾ ദൗർബല്യം എന്നുള്ളത് മറ്റുള്ളവരാണല്ലോ വിലയിരുത്തുന്നത്. അങ്ങനെ കണ്ടത് കുട്ടികളാണ് ദൗർബല്യം എന്നുള്ള മട്ടിലാണ്. സംഭവ ബഹുലമായ ജീവിതമാണ് അങ്ങ് കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും അങ്ങനെ തളർന്നു പോയിട്ടില്ല. കാരണം തളർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിലൊക്കെ എൻ്റെ വിശ്വാസം പാർട്ടിയിലാണല്ലോ, പാർട്ടിയോടാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കൂറ്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു കരുത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനൊപ്പം ഏകാന്തതയും നമ്മെ വലയം ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏകാന്തത അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെയില്ല, ഏകാന്തത എന്ന തരത്തിലേക്കില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് പോലെ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും കൂടിയിരിക്കാനും സമയം ചെലവഴിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടമില്ലേ, ഓരോ ഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ നിയോഗമില്ലേ, ഇന്നത് ചെയ്യാം എന്നൊരു നിയോഗത്തിലേക്ക് വന്നാൽ അത് ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പണബോധത്തോടെ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് സമയം കിട്ടുമെങ്കിൽ മാത്രം ആ സമയം ഉപയോഗിക്കുക. ആ നിലയാണ് ഞാൻ സ്വീകരിച്ചു പോകുന്നത്. ഒരു വല്ലാത്ത ഏകാന്തത അങ്ങനെ അനുഭവപ്പെടാറില്ല. പിന്നെ ഏകാന്തമായി പോയി, ഒറ്റക്കായി പോയി എന്നൊരു തോന്നലും എനിക്കൊരു ഘട്ടത്തിൽ ഉണ്ടാകാറില്ല. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ അതിലൊരു വിഷമവും ഉണ്ടാകാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാറില്ല. നമ്മുടെ പാട്ടിന്റെ കാര്യം ഓർമ്മയിലുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കാം. അങ്ങയുടെ തിരക്കുകൾ ഞങ്ങൾക്കറിയാം. ഒരു ദിവസത്തേക്ക് അങ്ങേ ആരും തിരിച്ചറിയില്ലെന്നും മുഖ്യമന്ത്രി അല്ലെന്നും കരുതുക. കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയി സമാധാനമായിരുന്ന് ഒരു ചായ കുടിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അല്ല, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എൻ്റെ വീട് തന്നെയാണല്ലോ. അവിടെ പോയിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. അതൊരു മറ്റു തരത്തിൽ ബാധിക്കുന്ന കാര്യമല്ല. ഈ വലിയ തിരക്കുകൾ കഴിഞ്ഞിട്ട് എങ്ങനെ പോയിരിക്കും എന്നുള്ളത് അതൊരു വിഷയമേ അല്ല. അത് നല്ല നിലക്ക് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആർക്കും അറിയാത്ത ഫലിത പ്രിയനായ ശ്രീ പിണറായി വിജയൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫലിതം പറയുക അല്ലെങ്കിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ഫലിതമായിട്ട് എൻ്റെ അടുത്തൊന്നും അധികം വരാറുണ്ടോ എന്നറിയില്ല. എന്നാൽ ഫലിതം ആസ്വദിക്കാറുണ്ട്. നല്ല നിലക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുമ്പം പല ഫലിതങ്ങളും പറയുമല്ലോ, അതൊക്കെ നല്ല നിലക്ക് ആസ്വദിക്കാറുണ്ട്. ഏത് വിഷമഘട്ടത്തിലും അങ്ങേക്ക് മാറാത്ത ചിട്ടകളുണ്ടോ? അതായത് ശരി തെറ്റ് അങ്ങനെ യെസ് ഓർ നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് വിഷമഘട്ടത്തിൽ അത് മാറില്ല. അതൊരു ജീവിത രീതി തന്നെയാണ്. അതൊരു എൻ്റെ ഒരു ശൈലിയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അത് ആ നിലക്ക് തന്നെ തുടരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്താണ് സാറിന്റെ? അല്ലെങ്കിൽ ആരാണ്? അല്ല, അതിൽ ഓരോ ഘട്ടത്തിലുണ്ടാകുന്നതാണല്ലോ. ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ AKG ആയിരുന്നു വലിയ ഒരു പ്രചോദന ശക്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹമായിട്ട് നല്ല ബന്ധത്തിലായി, നല്ല ബന്ധങ്ങൾ വന്നു. അങ്ങനെ പാർട്ടിയിൽ തന്നെ നല്ല നിലയിൽ ബന്ധപ്പെടുന്ന നില വന്നു.
പിന്നെ അവരൊക്കെ ഒരു അധികായന്മാരാണല്ലോ. AKGEMS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അധികായന്മാരാണ്. അവരൊക്കെ ഒരു റോൾ മോഡൽസ് ആയിരുന്നു. അതിനോടൊക്കെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പ്രളയവും കോവിഡും പോലുള്ള മഹാദുരന്തങ്ങൾ വന്നപ്പോൾ കേരളം ശ്രദ്ധിച്ചത് അങ്ങയുടെ വാക്കുകൾ ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഉള്ളിൽ ആദ്യമായി കഴിഞ്ഞ ജനങ്ങളിൽ ഇത്രയധികം ആത്മവിശ്വാസം പകരാൻ അങ്ങേക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമല്ല. എന്നിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവ് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ നിലയിൽ ഉള്ളൊരു ആളെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മറ്റു തരത്തിലെടുത്താൽ പല സമുന്നത വ്യക്തികൾക്കുമുള്ള തരത്തിലുള്ള വലിയ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഭൗതിക ശേഷി അതൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അത് സാധാരണക്കാരനെന്ന മട്ടിൽ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വിഷമം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നില. സാധാരണക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങേക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളോട് പറയുക. അപ്പോൾ അത് ജനങ്ങൾ നല്ല നിലക്ക് അത് എടുത്തല്ലോ. എത്ര നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത്. ഇപ്പം സാധാരണ നിലക്ക് ആ ഘട്ടത്തിൽ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയും. ആ ഘട്ടത്തിൽ ഞാൻ ഒരു ദിവസം പറഞ്ഞു, നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറയായിരുന്നല്ലോ. നമ്മൾ കുടുംബത്തിൽ പറയുന്നത് പോലെ ജനങ്ങളോട് പറയുന്ന നിലയായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം, പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കിട്ടാത്ത പട്ടികൾ, മറ്റ് മൃഗങ്ങൾ, കുരങ്ങന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ സമയത്ത്. അത് വലിയ തോതിൽ സ്വീകരിച്ചല്ലോ ആളുകൾ.